ഉമ്മാക്ക് വേണ്ടി ബർത്ത്ഡേ ഉണ്ട്, സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. വേറെ കണ്ടിട്ടില്ല. ഈ ഷേപ്പിൽ ഇങ്ങനെ കൊടുക്കും. ബാക്കി എൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമൊക്കെ ഉമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് പറയിക്കാം. ഇതിലാകെ മെയിനായിട്ട് വരുന്ന 2 ഇൻഗ്രീഡിയൻസ്. അപ്പം നോക്കാം. ഉമ്മ എത്തിയെന്ന് തോന്നേ. എത്തി 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 എത്തി. ഓഫ് ചെയ്ത ഓവൻ ഓഫ് ചെയ്ത ഓവൻ ഓഫ് ചെയ്ത ബർത്ത്ഡേ സ്പെഷ്യൽ കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടോ? ഒന്നാമത് ചോക്ലേറ്റ് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ബർത്ത്ഡേക്ക് ഇന്ന് ചോക്ലേറ്റ് കഴിച്ചാൽ മതി. കുറ്റം പറ. പക്ഷേ സോഫ്റ്റ് ഉണ്ട്. എന്നെ പോലെ എത്ര ആയില്ല. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തോന്ന് അറിയോ? ഇൻഗ്രീഡിയൻസ് ചോക്ലേറ്റ്. ഞാൻ വാങ്ങിച്ചു വെച്ച ചോക്ലേറ്റ് ഒക്കെ എടുത്ത് തീർത്ത്. അതെടു, ബാക്കി പറ. ഇത്ര എന്തൊക്കെ ഉണ്ട്? ഇനി പറയാം മുട്ട ഉണ്ട്. മുട്ടയില്ല, മുട്ടയില്ലാന്നത് ഇതിന്റെ ഇത് കാണുമ്പോ മനസ്സിലാവും. പക്ഷെ മുട്ടയുണ്ട്. ആണോ? പക്ഷേ ഇത് മുട്ട ഇല്ലാതെ ഉണ്ടാക്കിയത് പോലെയാണ് ഇരിക്കുന്നത് കണ്ടിട്ട്. മുട്ടയുടെ ടേസ്റ്റ് ഒന്നും വന്നില്ല. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെന്ത്, പാല് ചേർത്തിട്ടുണ്ടോ നീ? ഇല്ല. നെക്സ്റ്റ് മൈദ. മാവേ ഇല്ല. മാവില്ലേ? എന്ത് റെസിപ്പിയാടെ? ആകെ 2 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. എന്തൊക്കെ? ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയി. മുട്ട പറഞ്ഞു. ഇതിനോ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലേ? ഇല്ല, ഫ്ലോറും ഇല്ല, വേറെ ഒന്നുമില്ല. പിന്നെ ഇത്തിരി വേണല്ലേ, മുട്ടയും ചോക്ലേറ്റും മാത്രം വെച്ചിട്ടോ? അങ്ങനെ നോക്കിയാൽ ദിസ് ഈസ് വെരി നൈസ്. What am I kidding? So what is this thing? The whole thing is chocolate. Taste ഉണ്ട് ട്ടോ. The whole thing is chocolate and egg. അതിരിക്കട്ടെ സൽമാനെ, ഞാൻ മേളിൽ ചെല്ലുമ്പോ അടുക്കള കൊള്ളാണോ? അവിടെ പോയി നോക്ക്, അവിടെ ഒന്നുമില്ല. പുറത്ത് പോണ നേരം നോക്കി അടുക്കള കയറണേ. കൊള്ളാം. എന്റെ ബർത്ത്ഡേക്ക് നീ എന്നാ ഗിഫ്റ്റ് കൊള്ളാം കേട്ടോ സലു. സംഭവമൊക്കെ ടേസ്റ്റ് ഉണ്ട്, നല്ലതാണ്. പക്ഷേ ഞാൻ ഇനി അടുക്കളയിൽ ചെല്ലുമ്പം നീ അവിടെ എന്തൊക്കെ ആക്കി ഇട്ടിരിക്കുന്നതുള്ള കാര്യം അവിടെ ചെന്നിട്ട് എനിക്ക് പറയാം. കുക്കർ വീഡിയോയിൽ കുക്കിങ്ങിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ ഞാൻ വെളിയിൽ പോകുന്ന നേരം നോക്കി സൽമാൻ ഇതുമാതിരി അടുക്കളയിൽ കയറും. എനിക്ക് ചോക്ലേറ്റ് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഞാന്. പക്ഷെ സൽമാൻ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് സ്നേഹത്തോടെ ഈ കേക്ക് ഉണ്ടാക്കി തരുമ്പം അത് നിരസിക്കാൻ പറ്റത്തില്ലല്ലോ. താങ്ക് യു സലു. കൊള്ളാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. എന്ത് ഹാപ്പി. തുറന്നു നോക്ക്. അത് കാരണം ആണല്ലോ. തുറന്നു നോക്കാൻ ഇനി ഇതിൻ്റെ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഭയങ്കര സന്തോഷം. വാവ്. എന്റെ ബർത്ത്ഡേക്ക് സൽമാനും സുൽത്താനും റിസ്വാനും കൂടി തന്ന സമ്മാനമാണിത്. കെന്റിന്റെ ടർബോ ഗ്രൈൻഡർ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക്
ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ് കിട്ടുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വളരെ ഇഷ്ടമുള്ളത് ഞാൻ ഇടക്കിടയ്ക്ക് ഇവിടെ പറയുമായിരുന്നു, ഇത് ഡിജിറ്റലിൻ്റെ ഇത്. പക്ഷെ ഇത് എനിക്ക് ഇങ്ങനെ ഈ മക്കളെ സമ്മാനമായിട്ട് തരുമെന്ന് ഞാൻ കരുതിയതല്ല. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ജാറ്. നല്ല ഹെവിയാണ്. നമ്മൾ USA ബ്ലെൻഡൊക്കെ ഉണ്ട്. എനിക്കത് വളരെ ആഗ്രഹമായിരുന്നു ഒരു ബ്ലെൻഡൊക്കെ വേണം എന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല. ഇൻഷാല്ലാ എപ്പോഴെങ്കിലും അത് നടത്താം. അപ്പൊ അതുപോലെയാണ് നമുക്കിവിടെ ഈ കെൻറ്റിൻ്റെത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ എന്ത് ഇതിലിട്ടാലും വിത്തിൻ സെക്കൻഡ് ഇത് അത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് പൊടിഞ്ഞു കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഗ്രൈൻഡറാണ്. അത് ഇത്ര പെട്ടെന്ന്, അത് എൻ്റെ മക്കള് തന്നെ ഇത് എനിക്ക് കൊണ്ടുതരുമെന്ന് ഞാൻ സത്യം പറയാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. അപ്പൊ പെട്ടെന്ന് ഇവരിത് കൊണ്ടുവന്നപ്പോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഈ കെൻറ്റിന്റെ ഈ ഇതൊന്ന് വാങ്ങണം എന്ന്. ഞാൻ USA ബ്ലെൻഡക്കിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നല്ല എക്സ്പെൻസീവ് ആണ്. എബോവ് 50,000 ആണ് അതിന്റെ പ്രൈസ് വന്നിട്ട്. എനിക്ക് അത് വളരെ ഇഷ്ടമായിരുന്നു. എപ്പോഴും ഞാൻ ആ ബ്ലെൻഡക്കിന്റെ ഇത് അതിന്റെ ഫീച്ചറും കാര്യങ്ങളും എല്ലാം നോക്കുമായിരുന്നു. അപ്പൊ ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഇത് കെൻറ്റിന്റെ ഇത് കണ്ടത്. അപ്പൊ ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഇതിൽ അരച്ചെടുക്കാൻ വരും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ നോക്കി വെച്ചിരിക്കുന്നത്. ഇത് മക്കൾ ഇത് ഇങ്ങനെ നോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കരുതിയല്ല. ഞാനിങ്ങനെ ഓരോ ഈ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഈ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ഞാനിങ്ങനെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നോക്കി ഞാനിവിടെ ഇവരുമായിട്ടൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും ഡിസ്കഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇവരിത് മനസ്സിൽ കരുതി വെച്ചിട്ട് ഇന്നിപ്പോ കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ നോക്കി വെച്ചിരുന്നത്. എനിക്കാണെങ്കിൽ പൊതുവേ ഈ പറഞ്ഞ മാതിരി ഡ്രസ്സിനോടോ മറ്റ് ഇതിനോടോ ഒന്നും അല്ല താല്പര്യം. ഇതുപോലെ കുക്കിംഗ് ഐറ്റംസ് ആണ് എനിക്ക് താല്പര്യം. ഞാൻ എപ്പോഴും പറയത്തില്ല, എൻ്റെ മക്കള് എന്നെ അത് മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും സൽമാൻ പുറത്തൊക്കെ പോകുമ്പോഴായാലും എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുതരുന്നത്. എനിക്കിതൊക്കെയാണ് എനിക്ക് സന്തോഷം തരുന്ന എൻ്റെ കാര്യങ്ങള്. ഞാനിങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എനിക്ക് വന്ന ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിട്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും പല അഭിപ്രായങ്ങൾ പറയും. തീർച്ചയായിട്ടും പ്ലീസ് നിങ്ങൾ അങ്ങനെ ഒന്നും കരുതരുത്. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഈ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ഓക്കെ, ബൈ.